അടുത്തതായി സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തി ബോധി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഇന്ത്യൻ ശബ്ദങ്ങളിൽ ഒന്നായിട്ടുള്ള ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ, ഇവിടെ സംസാരിച്ച BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഞാൻ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ഇതിൻ്റെ ഭാരവാഹികൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിക്കേണ്ടായി. ഞാനങ്ങനെ ചോദിക്കാറുണ്ട്. എന്താണ് സംസാരിക്കുന്നത് എന്ന് ഭാരവാഹികളോട് ചോദിക്കുന്നത് പ്രസംഗിക്കാൻ വിളിക്കുന്നവരുടെ താല്പര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ വിഷയം എന്താണ് എന്ന് വെച്ചാൽ അത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് സ്വാമി സാധാരണ സംസാരിക്കുന്നതൊക്കെ സംസാരിച്ചു കൊള്ളാനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. എന്താണ് ഞാൻ സാധാരണ സംസാരിക്കുന്നത് ഉള്ളത് ഏകദേശം ധാരണയുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അതിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിനു മുമ്പ് സൂചിപ്പിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ അന്വേഷണങ്ങളുടെ പെരുമഴക്കാലാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാ അന്വേഷണ ഏജൻസികളുടെയും യഥാർത്ഥ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ശേഷിക്കുറവിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന രണ്ട് ചോദ്യചിഹ്നങ്ങൾ കേരള സംസ്ഥാനത്തിൽ തന്നെയുണ്ട്. അതൊന്ന് സിസ്റ്റർ അഭയയുടെയും മറ്റൊന്ന് ചേകന്നൂർ മൗലവിയുടെയും കേസന്വേഷണമാണ്. രണ്ട് കേസന്വേഷണങ്ങളും എവിടെയും എത്തിയിട്ടില്ല. അഥവാ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ആ എത്തിയിടത്ത് ചെന്ന് തൊടാനുള്ള ഒരു ധൈര്യം, നമ്മൾ പറയുന്നത് പോലെ എന്താ പറയുക, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആംബിയർ ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാര ശക്തികൾക്ക് ഒന്നൊഴികെ ഒന്നിനും ഇല്ല. അപ്പോൾ അത് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നം ആയിട്ട് ചേകന്നൂർ മൗലവി, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികളുടെയും ഉള്ളിൽ സ്ഥാനം പിടിച്ചിട്ട് കുറേ കാലങ്ങൾ ആയി. അദ്ദേഹത്തിൻ്റെ സംഘടന ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ തിരക്ക് മൂലം, കൃത്യാന്തര ബാഹുല്യങ്ങളുടെ തിരക്ക് മൂലം എഴുന്നേറ്റ് പോയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഒരു 2-3 കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മതഭീകരതയ്ക്കെതിരെ ഇപ്പോൾ NDF-കാർ സംസാരിച്ചാൽ, മതഭീകരതയ്ക്കെതിരെ നമ്മുടെ അസീമാനന്ദ സംസാരിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെ ആവുന്നുണ്ടോ പലപ്പോഴും? വി മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, BJPയുടെയും RSSൻ്റെയും പ്രവർത്തനം. അത് ഞാൻ അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ പറയും, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ആണെങ്കിൽ അദ്ദേഹം ഇരിക്കുമ്പോഴും പറയും. ഇനി RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭഗവത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നവോത്ഥാനം, മതരംഗത്ത് നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെല്ലാം എന്തുണ്ടാവും? എതിർപ്പുണ്ടാവും. അത്തരമൊരു എതിർപ്പാണ് ചേകന്നൂർ മൗലവി നേരിട്ടത് എന്നാണ്. എൻ്റെ ബഹുമാന്യനായ സുഹൃത്തിൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവിലേക്കായിട്ട് പറയണം, ഞാനും ഒരുപാട് എതിർപ്പ് നേരിടുന്നുണ്ട്. ആ നേരിടുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ നിന്നും ആ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നുമാണ്. അതിൻ്റെ കാരണം, ഞാൻ നവോത്ഥാന പ്രവർത്തനം നടത്തുന്നതാണോ അതോ ഈ നവോത്ഥാനത്തിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണോ? BJP RSS നടത്തുന്നത് തന്നെ ശരിയായിട്ടുള്ള നവോത്ഥാന പ്രവർത്തനമാണോ? ഇത്തരം ചില ക്ലാരിഫിക്കേഷൻസ്, ഒഴുക്കൻ മട്ടിലുള്ള പ്രസ്താവനകൾ നടത്തി നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ വേദി വിട്ടുപോകുമ്പോൾ നമ്മൾ
ചോദിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ എല്ലാവരുടെയും, മുരളീധരൻ്റെ മാത്രമല്ല എല്ലാവരുടെയും പ്രത്യേകത ഇതാണ്. അവരൊരു വേദിയിൽ വരും, അവിടെ എന്തെങ്കിലും ഒരു ചക്കര പഞ്ചാര വാക്ക് ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തിപ്പോവും. പിറ്റേ ദിവസത്തെ ഹെഡ്ലൈൻ മാധ്യമങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് അതായിരിക്കും. പക്ഷെ അവരുടെ പ്രവർത്തനം ഒന്നിനും ക്ലാരിഫിക്കേഷൻ ഇല്ല. അപ്പോൾ അത്തരം ക്ലാരിഫിക്കേഷൻസുകൾ ഇല്ലാത്തൊരാളല്ല ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്കും പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നപ്പോഴും, അതായത് വരുമ്പോഴും ഞാനത് നേരിടാറുണ്ട്. ഫോണിൽ കൂടെ ആണെങ്കിലും അല്ലെങ്കിലും സംസാരിക്കുന്നവരോട് മണിക്കൂറുകളോളം വിശദീകരണങ്ങൾ നൽകാനുള്ള സന്നദ്ധത ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ പറയുന്നതിൻ്റെ കാരണം എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന്മേൽ വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്, ചുമതല നമുക്കുണ്ട്. ആ ചുമതല നിറവേറ്റാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട് എന്നതുകൊണ്ടാണ്. ഇനി ഞാൻ ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ മാറി നിന്നുകൊണ്ട് നോക്കി കണ്ടിട്ടുള്ളൊരു അനുഭവ പരിചയമുള്ളൂ. മറ്റ് മുസ്ലിം സംഘടനകളോടുണ്ടായിട്ടുള്ളത്ര പോലും അടുപ്പം എന്തുകൊണ്ടോ എനിക്കിതുവരെ ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുമായിട്ട് സംഘവുമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എൻ്റെയും കുറ്റമല്ല, അവരുടെയും കുറ്റമല്ല. ഇപ്പോഴാണ് അതിന് അവസരം വന്നത്, അത്രയേ ഉള്ളൂ. അപ്പോ ഞാൻ ഖുർആൻ ഒരുപാട് വായിച്ചു നോക്കിയിട്ടുള്ള ഒരാളാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് വായിച്ചു നോക്കി. അത് വായിക്കാനിടയായ ഒരു സാഹചര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. 2002 കുംഭമേളയിലാണ് ഞാൻ അവസാനം പങ്കെടുത്തത്. കഴിഞ്ഞ കുംഭമേളയിൽ ഞാൻ പോയില്ല. 2002 കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ ഈ സ്വാമിമാരെല്ലാവരും കൂടിയിട്ട് ഒരു വലിയ സമ്മേളനം നടത്തും. അതിൻ്റെ പേര് ധർമ്മസംസദ് എന്നാണ്. അപ്പോൾ ധർമ്മസംസദിൽ എനിക്ക് ഒരുപാട് ലഘുലേഖകൾ, ഓരോരോ ആശ്രമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങളടങ്ങിയ കുറേ പുസ്തകങ്ങളൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അക്കൂട്ടത്തിൽ എനിക്ക് കുറച്ച് ലഘുലേഖകൾ കിട്ടി. അത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച സ്വാമിയുടെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം അത് ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അത് മുഴുവൻ ഖുർആൻ വിരുദ്ധമായിട്ടുള്ള ഒരു ലഘുലേഖയായി. അതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമതസ്ഥരെ വാളിന് ഊണാക്കുന്നവർക്ക്, വാളിന് ഊണാക്കുക എന്നുള്ളതൊക്കെ എൻ്റെ പ്രയോഗമാണ്, അതിൻ്റെ തത്വം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. വാളിന് ഊണാക്കുന്നവർക്ക് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം വാഗ്ദാനം ചെയ്യുന്ന വിദ്വേഷത്തിൻ്റെ വേദപുസ്തകമാണ് വിശുദ്ധ ഖുർആൻ എന്നതായിരുന്നു ആ സ്വാമിയുടെ കണ്ടെത്തൽ. അതിന് അദ്ദേഹം ജിഹാദിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ചില സൂക്തങ്ങൾ ഖുർആനിൽ നിന്ന് പ്രത്യേകം എടുത്ത് 1, 2, 3, 4 എന്നുള്ള അക്കമിട്ടിട്ട് നിരത്തുന്നുണ്ട്. നിരത്തുക മാത്രമല്ല, മറ്റൊരു ആഹ്വാനവും അദ്ദേഹം നൽകുന്നുണ്ട്. ഈ അക്രമാത്മക ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ആക്രോശിക്കുന്ന ഹിന്ദുത്വം അനിവാര്യമാണ്. അതിൻ്റെ പരിശീലനവും മാതൃകയും, നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ പരിശീലനവും മാതൃകയും സ്വാമി അസീമാനന്ദ, ലക്ഷ്മണാനന്ദ എന്നിവരിൽ നിന്ന് എല്ലാ യുവസന്യാസികളും സമാർജിക്കണം എന്നാണ് അതിലെ ആഹ്വാനം. അപ്പോൾ ഞാനതൊക്കെ കേട്ടിട്ട് നേരെ അസീമാനന്ദയുടെ അടുത്തേക്കോ ലക്ഷ്മണാനന്ദയുടെ അടുത്തേക്കോ ട്രെയിനിങ്ങിന് പോയിരുന്നെങ്കിൽ മിക്കവാറും ഇപ്പോൾ എൻ്റെ സ്ഥാനം ജയിലിനകത്തായേനെ, അല്ലെങ്കിൽ മണ്ണിനടിയിലായേനെ. ഒന്നിലെ ആളുകൾ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏതെങ്കിലും ബോംബ് സ്ഫോടനത്തിലെ പ്രതിയായിട്ട് ജയിലിനകത്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമം നേരിട്ടു. പേടിപ്പിക്കുന്ന ഒന്നിൽ നിന്നും പേടിപ്പിക്കുന്ന ഒന്നുമായിട്ടും മനുഷ്യൻ കൂടുതൽ അടുക്കില്ല. ഇപ്പം നമുക്ക് പോലീസുകാരോട് അടുക്കാൻ പറ്റാത്ത എന്താണ്? നമുക്കിപ്പോൾ എന്താണ് സോളാറിനോട് അടുക്കാൻ പറ്റാത്തത്? കാരണം അത് ഒരു വലിയ പുലിവാലാണ്. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സ്വത്വമായിട്ട് സോളാർ, പോലീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ പേടിപ്പിക്കുന്നതിൽ നിന്ന് നമ്മളെ മനുഷ്യർ പൊതുവെ അടുക്കില്ല, പേടിപ്പിക്കുന്നതിനോട്. അപ്പോൾ വാള് കാട്ടി പേടിപ്പിച്ച് ആളുകളെ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുന്ന ഒരു വിദ്വേഷത്തിൻ്റെ വേദപുസ്തകമാണ് ആ ലഘുലേഖ അവകാശപ്പെടുന്നത് പോലെ, പ്രഖ്യാപിക്കുന്നത് പോലെ വിശുദ്ധ ഖുർആനെങ്കിൽ ഒരിക്കലും ആഗോള മാനവികതയിൽ ഇത്ര വലിയ ഒരു സ്ഥാനം ആ ഗ്രന്ഥത്തെ ആധാരമാക്കി ഉള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായി മനുഷ്യർക്കിടയിൽ ഉണ്ടാവില്ല. അപ്പം അതിന് വേറെ ഏതോ ഒരു വലിയ വശ്യതയുണ്ട്. ആ വശ്യത എന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ ഖുർആൻ വളരെ ഗഹനമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ഔപചാരികമായിട്ട് ചില പേപ്പറുകളൊക്കെ എഴുതുന്നതിന് വേണ്ടി മറച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഗഹനമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അത് പഠിക്കാൻ പുറപ്പെട്ടപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? എനിക്ക് അറബി തീരെ അറിയില്ല. അപ്പം ഇനി അറബി പഠിച്ചിട്ട് ഇത് പഠിക്കാമെന്ന് വിചാരിച്ചാൽ അത് എളുപ്പം നടക്കുന്ന കാര്യമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാനൊരു 10-15ഓളം ഖുർആൻ വ്യാഖ്യാനങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ളത് കളക്ട് ചെയ്തു നിരന്തരം. എന്നിട്ട് പരസ്പരം ഒത്തുനോക്കി വളരെ ശ്രമപ്പെട്ട് തന്നെ ആദ്യം അതിൻ്റെ ഒരു പൂർണ്ണ വായന പൂർത്തിയാക്കി. പിന്നെ നിരന്തരം അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ചെറിയ കാര്യം, വിശുദ്ധ ഖുർആനിൽ ഭഗവത്ഗീതയിൽ യുദ്ധം, കൃതായ യുദ്ധനിശ്ചയ എന്നൊക്കെ പറയുന്നത് പോലെ, ഈ യുദ്ധം ചെയ്യാൻ നിശ്ചയമെടുക്കൂ എന്നൊക്കെ പറയുന്നത് പോലെ, ഭഗവത്ഗീതയിൽ അതിനെപ്പറ്റി യുദ്ധത്തെപ്പറ്റി പറയുന്ന അത്ര പോലെ ഖുർആനിലും യുദ്ധത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ജിഹാദ് എന്നോ യുദ്ധമെന്നോ ഒന്നുമല്ല, മറിച്ച് സൂക്ഷ്മത എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കിയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, സൂക്ഷ്മത എന്നുള്ള വാക്കാണ് ഖുർആനിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക്. അതുകൊണ്ട് ഖുർആൻ മുഴുവൻ ഒറ്റ വാക്കിലേക്ക് ക്രോഡീകരിക്കാൻ എന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ അതിന് തിരഞ്ഞെടുക്കുന്ന ഒരൊറ്റ പദം സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. വേറെ ഒന്നുമില്ല. സൂക്ഷ്മത പാലിക്കുക. മനുഷ്യൻ സൂക്ഷ്മത പാലിക്കാതെ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? എല്ലാ അപകടങ്ങൾക്കും കാരണമാവുന്നത്. ഇപ്പം ഞാൻ രാഷ്ട്രീയം പറയുമെന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഇത്തിരി അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സാമൂഹിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുവായതുകൊണ്ട് സംസാരിച്ചു വരുമ്പോൾ ഉപമകളിലും ഉദാഹരണങ്ങളിലും ഒക്കെ അറിയാതെ ഈ സമകാലീന സംഭവങ്ങൾ കടന്നു വരും. ആ ഒരു നിലയിൽ മാത്രം അതിനെടുത്താൽ മതി. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്താ പറ്റിയത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്താ പറ്റിയത്? സൂക്ഷ്മത പാലിച്ചില്ല. അതുകൊണ്ട് സരിത വിഴുങ്ങി. അപ്പോൾ സൂക്ഷ്മത പാലിക്കാത്തപ്പോൾ ബൈക്ക് മറിയും, ട്രെയിൻ മറിയും, തീവണ്ടിയും പൈലറ്റിൻ്റെ കയ്യിൽ നിന്ന് വിമാനം നിയന്ത്രണം വിട്ടുപോകും, രാജ്യം ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോകും, പോലീസിൻ്റെ കയ്യിൽ നിന്ന് ക്രമസമാധാനം നിയന്ത്രണം വിട്ടുപോകും. അപ്പോൾ സൂക്ഷ്മത പാലിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ജീവിതത്തിലെ കാര്യങ്ങൾ മുതൽ ആധ്യാത്മിക ജീവിതത്തിലെ കാര്യങ്ങൾ വരെ പാടെ വഴിതെറ്റിപ്പോവും. അതുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായിരിക്കുക. ഇതാണ് പ്രബോധനം, ഒറ്റവാക്കിൽ. ഇനി അപ്പം അത് ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഇത് എല്ലാ വേദങ്ങളുടെയും പ്രബോധനമാണ്. ഇത് വിശുദ്ധ ഖുർആന്റെ മാത്രം പ്രബോധനമല്ല. ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? ശ്രദ്ധവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവൻ മാത്രമാണ് ജ്ഞാനം നേടുന്നത്. ശ്രദ്ധ ആവിവേശ. നചികേതസ് കഠോപനിഷത്തിൽ നചികേതസിനെ ശ്രദ്ധ ആവേശിച്ചു. അയാൾ ജ്ഞാനമാർഗത്തിലേക്ക് കടന്ന് ജ്ഞാനിയായി. സത്യം മനസ്സിലാക്കി. സത്യം കണ്ടെത്തലാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് അത് നേടാൻ ശ്രദ്ധ വേണം. ഇത് തന്നെയാണ് എല്ലാ ദിക്കിലും പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷ എപ്പോഴും നിനക്കവതരിപ്പിച്ച വേദം എന്നതിൽ നിൽക്കുന്നില്ല.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിനക്ക് അവതരിപ്പിച്ച കിട്ടിയ വേദം എന്നതിൽ നിർത്താത്ത ഒന്നാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷ. പറയുന്നു നിനക്ക് മുമ്പുള്ളവർക്ക് അവതരിപ്പിച്ചതിൽ. വളരെ ബഹുവചനാണ്. ആരാ മുസ്ലിം എന്ന ചോദ്യത്തിന് അൽ ബഖറയിലെ 62-ാമത്തെ സൂക്തം വളരെ കൃത്യമായ ഉത്തരം പറയുന്നു. മുഹമ്മദിനെ മാനിക്കുന്നവൻ മാത്രമാണോ മുസ്ലിം? ഖുർആനെ മാനിക്കുന്നവൻ മാത്രമാണോ മുസ്ലിം? അല്ല. നിങ്ങൾ മുഹമ്മദിനെ മാനിക്കുകയും ബൈബിളിനെ തള്ളിപ്പറയുകയും ഈസാ നബിയെ കുറ്റം പറയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ല. നിങ്ങൾ ഈസാ നബിയെ മാനിക്കുകയും ബൈബിളിനെ മാനിക്കുകയും മുഹമ്മദിനെ കുറ്റം പറയുകയും ചെയ്യുന്നെങ്കിൽ അപ്പോഴും നിങ്ങൾ മുസ്ലിം അല്ല, ഇസ്ലാം അല്ല. അതുപോലെ നിങ്ങൾ മൂസാ നബിയെ മാനിക്കുന്നു, തൗറത്തിനെ മാനിക്കുന്നു, പക്ഷേ നിങ്ങൾ ബാക്കിയൊന്നും മാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഇസ്ലാമിലല്ല, ഇബ്രാഹിമിൻ്റെ മാർഗത്തിലല്ല. ഇതാണ് സന്ദേശം. ഇത്രയും വിശാലമായ സെക്കുലറായിട്ടുള്ള ഒരു സന്ദേശം വായിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ചില എവിടെ നസീർമാരൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അത്ര വിശാലാണ്. ഞാനിപ്പോൾ ഇന്നലെ ഒരാൾ എന്നെ ഫോൺ വിളിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ലേഖനം എഴുതി എന്നുള്ളതാണ്. അപ്പോൾ ആ ലേഖനം ധ്യാനത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് പരമ്പരയായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അയാളത് വായിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സ്വാമി അതിൽ ഇസ്ലാമിനെ വല്ലാതെ ജസ്റ്റിഫൈ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയാണ്, ഞാൻ ചരിത്രപരമായിട്ടും മറ്റ് കാര്യങ്ങളെ കൊണ്ടും അതിനെ വ്യക്തമാക്കിയിട്ടാണ് ഇസ്ലാമിനെ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ എന്താ സംശയം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര നല്ലതല്ല ഇസ്ലാം. എന്നിട്ട് അയാൾ സംശയം തീർക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു, ഇത് പറയുന്ന ഞാൻ മുസ്ലിമാണ് കേട്ടോ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കടന്നാൽ നിങ്ങൾക്ക് അറിയില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ് മുഴുവൻ. അത് സ്വാമിക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന ഒരു ഇതാണ്, അങ്ങനെയല്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയാം, അത്യാവശ്യം നമ്മൾ ഈ ലോകത്താണല്ലോ ജീവിക്കുന്നത്, അറിയാം. പക്ഷേ ഞാൻ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത് മൊല്ലാക്ക മതത്തെ അല്ല, ഞാൻ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത് മുഹമ്മദിൻ്റെ ഇസ്ലാമിനെയാണ്. മുഹമ്മദിൻ്റെ ഇസ്ലാമും മൊല്ലാക്ക മതവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, വളരെ ഋഷിമാരുടെ സഹസ്രാബ്ദങ്ങൾ പാരമ്പര്യമുള്ള സത്യദൃഷ്ടാക്കളായ ഋഷിമാരുടെ ഭാരതീയ പാരമ്പര്യവും അതിൻ്റെ മതവും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ചോറ്റുചട്ടിയിൽ. എന്ന് പറഞ്ഞാൽ ഈ ചോറ്റുചട്ടിയിൽ ഇന്ന ആൾ വേവിച്ച ചോറ് എനിക്കുണ്ണാമോ, മറ്റൊരാൾക്ക് ഉണ്ണാമോ, മറ്റൊരാൾക്ക് കൊടുക്കാമോ, മറ്റൊരാൾ തൊടാമോ, മറ്റൊരാൾ നോക്കാമോ എന്നുള്ള ഒരു തർക്ക വിഷയത്തിൽ കിണ്ടിയിൽ നിന്ന് വെള്ളം ഇറ്റിക്കേണ്ടത് എങ്ങനെയാണ്? അത് 3 തുള്ളിയായിട്ട് ഇറ്റിക്കണോ, 10 തുള്ളിയായിട്ട് ഇറ്റിക്കണോ? 10 തുള്ളിയായിട്ട് ഇറ്റിച്ചാലാണോ ശരീരം ശുദ്ധാവുക, അതോ 3 തുള്ളിയായിട്ട് ഇറ്റിച്ചാലാണോ? അത് ഇടത്തെ കൈവിരലിൻ്റെ നടുവിരലിൽ കൂടെയാണോ ഒഴുക്കേണ്ടത്, അതോ പെരുവിരലിൽ കൂടെ ഒഴുക്കിയാലാണോ ശരിയാവുക? ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഭ്രാന്തായിട്ട് സത്യദൃഷ്ടാക്കളുടെ മതം ആധുനിക ഇന്ത്യയിൽ അധപ്പതിച്ചു എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. അതുപോലെയുള്ള ഒരു അധപതനം മൊല്ലാക്ക മതത്തിൽ കൂടെ എന്തിന് സംഭവിച്ചിട്ടുണ്ട്? ഇസ്ലാമിനും സംഭവിച്ചിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, എവിടെയും സംഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്? എന്താ ഇസ്ലാം? ഏറ്റവും യാഥാസ്ഥിതികനായ മുസ്ലിമിനോട് ചോദിച്ചാൽ പോലും എന്താ മുസ്ലിം ആവുക എന്ന് പറഞ്ഞ അർത്ഥം വളരെ മിനിമമായിട്ട് അയാൾ പറയും. പെട്ടെന്ന് ഖുർആനെ അംഗീകരിക്കുക, മുഹമ്മദ് നബിയെ അംഗീകരിക്കുക, അതാണ് മുസ്ലിം. ശരി, അപ്പോൾ മുഹമ്മദ് നബിയെ അംഗീകരിക്കണം, ഖുർആനെയും അംഗീകരിക്കണം.
അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം വരികയാണ്. അങ്ങനെ അംഗീകരിക്കുന്ന ഒരാൾക്ക് സംസാരിക്കാവുന്ന ഭാഷയാണോ ഈ 16 വയസ്സ്? എടുത്തുണ്ടായൊരു പ്രശ്നമാണ്. എന്താ 16 വയസ്സ്? 70 വയസ്സായ ആളുകൾക്കും ഇപ്പോൾ 16 വയസ്സിനെ പറ്റിയേ സംസാരിക്കാൻ താല്പര്യമുള്ളൂ. മനസ്സിലായോ? അവർക്ക് 70 വയസ്സായി, പക്ഷെ അവർ മനസ്സുകൊണ്ട് ഇപ്പോഴും 16 വയസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ 16 വയസ്സിൻ്റെ കുഴപ്പം? 16 വയസ്സിൽ വിവാഹം കഴിക്കുന്നതാണ് നബിചര്യ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ തീരുമാനം, പ്രഖ്യാപനം എന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചിട്ട് ഇതെവിടെയും കണ്ടില്ല. കാരണം എന്താ വെച്ചാൽ നബി ആദ്യമായിട്ട് വിവാഹം കഴിച്ചത് 40 വയസ്സുള്ള ഒരു ഖദീജ ബീവിയാണ്. ഈ ഖദീജ ബീവി 40 വയസ്സിൽ വിവാഹം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ചീത്തയായി എന്നാണോ, വഴിപഴച്ചു പോയിരുന്നു എന്നാണോ ഈ 16 വയസ്സിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകും എന്ന് വിചാരിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും സൂചിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ആണോ? അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വഴിതെറ്റിയ സ്ത്രീ ഖദീജ ബീവി ആവണ്ട. അവർ 40 വയസ്സായിട്ടാണ് വിവാഹം കഴിച്ചത് മുഹമ്മദിനെ. അതിനു മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തടിസ്ഥാനമാക്കിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, മൊല്ലാക്ക മതത്തെ നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. മൊല്ലാക്ക മതത്തെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യവും എനിക്കില്ല. അത് ഞാൻ BJP-കാരനോ RSS-കാരനോ ഹിന്ദു വർഗീയവാദിയൊന്നും ആയിട്ടല്ല. സത്യാന്വേഷകനായിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് മൊല്ലാക്ക മതത്തെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തൊട്ടുകൂടായ്മയെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് സത്യത്തെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സത്യത്തെ നീതീകരിക്കേണ്ട, സത്യത്തെ സമ്മതിക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇസ്ലാം, ഇനി മുഹമ്മദിൻ്റെ ഇസ്ലാമിനെയാണ് ഞാൻ ജസ്റ്റിഫൈ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അയാൾക്ക് വിവരം ഓടി. എന്നെ ഫോൺ വിളിച്ച് പരാതി പറഞ്ഞ ആൾക്ക് വിവരം ഓടി. അപ്പം എനിക്ക് കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇടയ്ക്ക് വിളിക്കാം, സംസാരിക്കാം, കാര്യം മനസ്സിലാക്കാം. ഇതിവിടെ ഞാൻ നോക്കിയിട്ട് ഇപ്പം ഇവിടെ ആകെ പ്രശ്നമാണ്. മനുഷ്യനും തമ്മിൽ മതത്തിൻ്റെ പേരിൽ, ഈശ്വരനാമങ്ങളുടെ പേരിൽ ഇങ്ങനെ വഴക്കടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ദൈവത്തിന് ഹിന്ദു ബ്രാഹ്മണരുടെ അഭിപ്രായ പ്രകാരം ദൈവത്തിന് സംസ്കൃതം മാത്രമേ മനസ്സിലാവൂ, അല്ലേ? സംസ്കൃതത്തിൽ പറഞ്ഞാൽ മാത്രം മനസ്സിലാവുന്ന ഒരാളാണ് ആര്? ദൈവം. ഒരേ ഒരു ഭാഷ മാത്രം അറിയാവുന്ന ഒരാൾ. എന്നിട്ട് ആ ഭാഷയിൽ ഇവരെന്താ ദൈവത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നറിയോ? സർവജ്ഞൻ. അപ്പോൾ പിന്നെ എന്തിനാ ഈ സംസ്കൃതത്തിൽ മാത്രം പ്രാർത്ഥിക്കണത്? എന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി ഒരു ഭാഷ അറിയാത്ത ഊമ, ബധിരൻ, കുരുടൻ ആയിട്ടുള്ള ആള് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ? ഇത് ഒരൊറ്റ തത്വം മനസ്സിലാവാത്തതിൻ്റെ സങ്കുചിത താല്പര്യങ്ങളാണ് ഇതിൽ കൂടെയൊക്കെ വെളിവാകുന്നത്. ഇന്ത്യൻ വേദങ്ങളിൽ ഒരു ചെറിയ സൂക്തമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണത് പറയാറ്. പരോക്ഷപ്രിയാഹി ദേവ. എന്താ പരോക്ഷപ്രിയാഹി ദേവ എന്ന് പറഞ്ഞാൽ, ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രത്യക്ഷത്തെ നോക്കുന്നവനല്ല. എവിടേക്ക് നോക്കുന്നവനാണ്? ഉള്ളിലേക്ക് നോക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുന്നവനാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ കൈ കെട്ടി നിൽക്കുന്നുണ്ടോ, കണ്ണടച്ച് നിൽക്കുന്നുണ്ടോ, കണ്ണ് തുറന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊന്നുമല്ല ദൈവം നോക്കുന്നത്. നിങ്ങളുടെ മനസ്സ് എവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. നിസ്കാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇതിന് സമാനമായൊരു ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. ഏതാണ്? ഞാൻ ഈ അധ്യായം ഓർമ്മിക്കുന്നില്ല, എനിക്ക് അങ്ങനെയുള്ള ചില ഓർമ്മക്കുറവുകളുള്ള ആളാണ്. അധ്യായത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ അറുക്കുന്ന ഒട്ടകത്തിൻ്റെ രക്തവും മാംസവുമല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്. പിന്നെന്താണ്? നിങ്ങളുടെ മനസ്സാണ്, പ്രാർത്ഥനയാണ്, സമർപ്പണമാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു തത്വപ്രകാരം നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ
പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ബ്രാഹ്മണർ ഈശ്വരന് സംസ്കൃതം മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മിക്കവാറും മൊല്ലാക്കന്മാർ നിൽക്കുന്നത് ദൈവത്തിന് അറബി മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ള ഒരു ഭാഷ. ഭാഗ്യം യേശുക്രിസ്തു സംസാരിച്ച ഭാഷ ഏതാന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ തർക്കമുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് ആ ദൈവത്തിന് ഇത് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നില്ല. എല്ലാ ഭാഷയും മനസ്സിലാവും. അതുകൊണ്ടാണ് അവിടുന്ന് സർവജ്ഞനായിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചില പിടിവാദങ്ങൾ കാരണം, സങ്കുചിതത്വങ്ങൾ കാരണം, ഹൃദയസങ്കോചങ്ങൾ കാരണം എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ, ഇവിടുത്തെ മുസ്ലിമിന് അൽഫാത്തിഹ പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളൊരവസ്ഥയാണ്. മുസ്ലിം എന്ന് അവകാശപ്പെടുന്നവർക്ക് അൽഫാത്തിഹ പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളൊരവസ്ഥയാണ്. മുഴുവൻ ഖുറാനും വായിച്ചിട്ട് ഒരാൾ മുസ്ലിം ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള മുസ്ലിങ്ങളുണ്ടോ എന്നുള്ളത് ഞാൻ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ള മുസ്ലിങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് മുസ്ലിങ്ങളെ എനിക്ക് പരിചയമുണ്ട്. അവരുമായിട്ടൊക്കെ എന്താ പറയുക, സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം നാമധാരികൾ ധാരാളമുണ്ട്. പക്ഷേ മുസ്ലിം നാമധാരികളാവാൻ പോലും വേണ്ടുന്ന പ്രാഥമിക യോഗ്യതകളിൽ ഏറ്റവും പ്രധാനമാണ് അൽഫാത്തിഹ എങ്കിലും അറിയുക എന്നുള്ളത്. അൽഫാത്തിഹയുടെ ഭാഷ എന്താ, അത് മനസ്സിലായിട്ടുണ്ടോ, നമ്മുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഗീയവാദിയാവാൻ പറ്റില്ല, സങ്കുചിതവാദിയാവാൻ പറ്റില്ല. ഏറ്റവും വിശാല ബുദ്ധിയുള്ള വിശ്വമാനവനാവാൻ മാത്രമേ പറ്റുള്ളൂ. എന്താ അൽഫാത്തിഹയിലെ ഭാഷ? അവിടെ ദൈവം ഒന്നേയുള്ളൂ, സ്തുതിയും ആരാധനയും ഒരൊറ്റ ദൈവത്തിന് മാത്രമാണ്. ശരിയാണ്. പക്ഷെ പിന്നെ പറയുന്നത് എന്താണ്? ദൈവം ആരാണെന്ന് പറയുന്നുണ്ട്. അത് സർവ്വലോകങ്ങളുടെയും ഈശ്വരനാണ്, സർവേശ്വരനാണ്. സർവ്വലോകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ ലോകങ്ങളും വിട്ടു. ഈച്ചയുടെ ലോകം, പാറ്റയുടെ ലോകം, ആനയുടെ ലോകം, പട്ടിയുടെ ലോകം, കടുവയുടെ ലോകം, അതുപോലെ തിര്യക്കുകളുടെ ലോകം, പ്രാണികളുടെ ലോകം, പ്രമാണികളുടെ ലോകം, മുസ്ലിമിൻ്റെ ലോകം, ക്രിസ്ത്യാനിയുടെ ലോകം, ജൂതൻ്റെ ലോകം, യുക്തിവാദിയുടെ ലോകം, എല്ലാ ലോകവും അതിൽ പെട്ടു. അല്ലാണ്ട് ഒരു പ്രത്യേക ലോകം മാത്രമല്ല അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ സർവ്വലോകം എന്നുള്ള വാക്കിന് അർത്ഥമില്ലാതാവും. ജിന്നുകളുടെ ലോകം, മലക്കുകളുടെ ലോകം. ഇപ്പോൾ ജിന്നുകളുടെ തമ്പുരാൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങി, ഞാൻ എനിക്കിതുവരെ ആ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വലോകത്തിൻ്റെയും തമ്പുരാനായിരുന്നു. പക്ഷേ ഇപ്പോൾ വേറൊരു ഇത് വായിച്ച ഒരു പുസ്തകം ഈ അടുത്ത് എനിക്ക് അയച്ചു കിട്ടി, ജിന്നുകളുടെ തമ്പുരാൻ എന്ന് പറയും. ദൈവം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ? ഇനി അടുത്ത ഇതെന്താണ്? അടുത്ത പ്രശ്നം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ. നേർമാർഗം അവിടെ ഏകവചനാണ്. സത്യത്തിലേക്കുള്ള ഒരു മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങൾക്ക് 10,000 നുണകൾ ഉണ്ടാക്കാം, പക്ഷെ ഒരൊറ്റ സത്യമേ ഉണ്ടാവുള്ളൂ ഏത് കാര്യത്തിൽ. അതുകൊണ്ട് നേർമാർഗം ഒന്നേ ഉള്ളൂ, നേർമാർഗം ഒന്നേ ഉള്ളൂ. പക്ഷേ പിന്നെ പറയാണ്, നേർമാർഗത്തിൽ സഞ്ചരിച്ചവരുടെ വഴിയെ ചേർക്കണമേ. നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ വഴിയെ, അനുഗ്രഹിക്കപ്പെട്ടവർ, നേർമാർഗത്തിൽ ചേർക്കപ്പെട്ടവർ ഒരാളല്ല. മുഹമ്മദ് മാത്രമേ നേർമാർഗത്തിൽ പോയിട്ടുള്ളൂ എന്നല്ല അൽഫാത്തിഹ പറയുന്നത്. യേശുക്രിസ്തു പോയിട്ടുള്ളത് നേർമാർഗത്തിലാണ്, ശ്രീബുദ്ധൻ പോയിട്ടുള്ളത് നേർമാർഗത്തിലാണ്, ലബോട്സു പോയിട്ടുള്ളത് നേർമാർഗത്തിലാണ്, വ്യാസൻ പോയിട്ടുള്ളത് നേർമാർഗത്തിലാണ്, വസിഷ്ഠൻ പോയിട്ടുള്ളത് നേർമാർഗത്തിലാണ്, വിശ്വാമിത്രൻ പോയിട്ടുള്ളത് നേർമാർഗത്തിലാണ്, ശ്വേതകേതുവും ഉദ്വാലകനും ആരുണിയും പോയിട്ടുള്ളത് നേർമാർഗത്തിലാണ്, സത്യമാർഗത്തിലാണ്. എന്തേ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഹൃദയവിശാലതയുള്ള, ധാർമ്മിക ബോധമുള്ള, സർവോപരി മാനവികതയുള്ള ആരാണ് ഇബ്ലീസ്? നമ്മളിപ്പോൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഓരോരുത്തരും വേണമെങ്കിൽ അതിന് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഉത്തരത്തിൽ വളരെ രസമാക്കി കാണിക്കായിരുന്നു. അത് ഓരോരുത്തരും ഓരോന്ന ഉത്തരം പറയാം. ഇബ്ലീസ് ആരാന്നുള്ളതിന് എൻ്റെ അഭിപ്രായത്തിൽ ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിനെ വണങ്ങാത്തവനല്ല. കാരണം എന്നെ വണങ്ങാത്തവൻ ചെകുത്താനാണ് എന്ന് പറയാവുന്ന വിധത്തിലുള്ള
ഒരു മുഖ്യമന്ത്രിയോ നരേന്ദ്രമോദിയോ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനോ അമൃതാനന്ദമയ്യോ ഒന്നും അല്ല അള്ളാഹു. മനസ്സിലായോ? പിന്നെ ആരാണ് ഇബ്ലീസ്? ഇബ്ലീസിന് ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഉത്തരം മനുഷ്യനെ വണങ്ങാത്തവനാണ്. ആദം നബി മനുഷ്യനാണ്, ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയായ പ്രഥമ മനുഷ്യൻ. ആ മനുഷ്യനെ മറ്റെല്ലാ മലക്കുകളും വണങ്ങാൻ ദൈവം പറഞ്ഞപ്പോൾ വണങ്ങി. പക്ഷെ ഇബ്ലീസ് ചോദിച്ചു, അഗ്നിയിൽ നിന്നുണ്ടായ ഞാൻ, അങ്ങേരെ ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അഗ്നിയിൽ നിന്നുണ്ടായ ഞാൻ എന്തിന് മണ്ണിൽ നിന്നുണ്ടായവനെ വണങ്ങണം? ആ മനുഷ്യനെ വണങ്ങില്ല എന്നുള്ള ആ ഒരു ധിക്കാരത്തിൻ്റെ ഫലമായിട്ടാണ് ഇബ്ലീസ് ചെകുത്താനായത്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ മുമ്പ് നമ്മളൊക്കെ മനുഷ്യരാണെന്നുള്ള ബോധത്തോട്, ഒരു ധാർമ്മിക ബോധത്തോടു കൂടി ഇത്രയും വിശാലമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വലിയ വേദഗ്രന്ഥത്തെ, മതമേതായാലും മുഴുവൻ സത്യവിശ്വാസികളുടെയും സത്യമാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെയും ആ സഞ്ചരിച്ചവരുടെ വഴിയെ പിൻപറ്റാൻ ശ്രമിക്കുന്നവരുടെയും പ്രാർത്ഥനയാകാൻ യോഗ്യമായ അൽഫാത്തിക ഉൾപ്പെടുന്ന വിശുദ്ധ ഖുർആനിനെ ലോകത്തിൻ്റെ മുഴുവൻ മംഗളത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു വലിയ ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യത്തിൽ എൻ്റെ ഏറ്റവും എളിയ സംഭാവനകൾ വാക്കുകൊണ്ടെങ്കിലും നൽകാനായതിൽ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്